അടുത്ത ചാപ്റ്റർ ലെബേക്ക് ഇൻ്റഗ്രേഷൻ എന്ന കൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുന്നത്. ഈ ലെബേക്ക് ഇൻ്റഗ്രേഷനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം റീമാൻ ഇൻ്റഗ്രേഷൻ എന്ന കൺസെപ്റ്റ് അറിയണം. അതിനേക്കാളായിട്ടുള്ള ഒരു ജസ്റ്റ് ഹയർ ലെവൽ ഇൻ്റഗ്രേഷനാണ് ലെബേക്ക് ഇൻ്റഗ്രേഷൻ. ഓക്കെ, റീമാൻ ഇൻ്റഗ്രേഷൻ ഓൾറെഡി നമ്മൾ ഡിഗ്രി തലത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീമാൻ ഇൻ്റഗ്രേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് സാധാരണ ഫങ്ഷൻസിൻ്റെ ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവൽസ് ആയിരിക്കണം, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽസ് ആയിരിക്കണം, കൂടാതെ ഫംഗ്ഷൻ ബൗണ്ടഡ് ഫംഗ്ഷനും ആയിരിക്കണം. Look at the first definition. A bounded function on closed interval AB. Let f be a function from closed interval A into R. Then when we can say that it is a bounded function. That means you can find out an upper bound and a lower bound for this function. In toto, there is a positive number capital M greater than 0 such that mod f of x less than or equal to m capital M for all x element of closed interval AB. That means minus m less than or equal to f of x less than or equal to capital M for all x element of closed interval AB. So minus m act as the lower bound and capital M act as the upper bound for this function. അപ്പോൾ ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെന്ന് പറയണമെങ്കിൽ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഉണ്ടാവണം. പക്ഷേ കോമൺ ആയിട്ടൊരു വാല്യൂ നമുക്ക് പോസിറ്റീവ് വാല്യൂ ചൂസ് ചെയ്തുകൊണ്ട് മോഡുലസ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇത് ഡിഫൈൻ ചെയ്യാമെന്നാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത് ബൗണ്ടഡ് ഫംഗ്ഷൻ്റെ. ഓക്കെ, ഇനി ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന് അപ്പർ സം ലോവർ സം ഒക്കെ കണ്ടുപിടിക്കാമെന്നുള്ള കൺസെപ്റ്റൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ഇൻടു ആർ കണ്ടിന്യൂസ് ദെൻ ഇറ്റ് ഈസ് ബൗണ്ടഡ്. ബൗണ്ടഡ്നെസ് തിയറം എന്ന് പറയുന്ന തിയറമാണ്. ഡൊമൈൻ സെറ്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഡൊമൈൻ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് അല്ലെങ്കിൽ കോമ്പാക്ട് സെറ്റ് ആണെങ്കിൽ അത് ബൗണ്ടഡ് ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബൗണ്ടഡ് ഫംഗ്ഷൻ ആയിരിക്കുമെന്ന്. ഓക്കെ, ആ തിയറമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ അതിൻ്റെ റേഞ്ച് സെറ്റ് ഒരു ഇൻ്റർവെൽ കൂടിയായിരിക്കും, ക്ലോസ് ഇൻ്റർവെൽ തന്നെയായിരിക്കും. സുപ്രീം ഇൻഫിനിമം വെച്ചുകൊണ്ട് അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ക്ലോസ് ഇൻ്റർവെൽ എ ബി ഈസ് ബൗണ്ടഡ്. പക്ഷേ തിരിച്ച് ശരിയാവണമെന്നില്ല എന്നുള്ളത് ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ്റെ എക്സാമ്പിളാണ്. നോക്കാം. ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്നത് എ ബിയിലുള്ള റാഷണൽ നമ്പേഴ്സിന് 1ലേക്ക്, ഇറാഷണൽ നമ്പേഴ്സിനെ 0ലേക്ക് മാപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ റേഞ്ചിൽ ഓൺലി 2 പോയിൻറ്റ്സേ ഉള്ളൂ, 0യും 1ഉം. സോ ഇറ്റ്സ് മസ്റ്റ് ബി ബൗണ്ടഡ്. കാരണം അപ്പർ ബൗണ്ട് 1ഉം ലോവർ ബൗണ്ട് 0 ആണ്. പക്ഷേ ഈ ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ നോവർ കണ്ടിന്യൂസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ബൗണ്ടഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്നില്ല, പക്ഷേ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻ ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽ മസ്റ്റ് ബി ബൗണ്ടഡ് എന്നാണ് ഈ റിസൾട്ട് 1ഉം 2ഉം നമ്മളോട് പറയുന്നത്. ഇനി എപ്പോഴാണ് റീമാൻ അപ്പർ സമ്മും ലോവർ സമ്മൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത്. റീമാൻ അപ്പർ സമ്മും ലോവർ സമ്മും കണ്ടുപിടിക്കാൻ പറ്റണമെങ്കിൽ ഗിവൺ ഫംഗ്ഷൻ മസ്റ്റ് ബി ബൗണ്ടഡ് ആയിരിക്കണം ആദ്യം ഡൊമൈൻ സെറ്റിൽ. ഡൊമൈൻ ഒരു ക്ലോസ് ഇൻ്റർവൽ എ ബി ആണ്. ഇനി എങ്ങനെയാണ് അപ്പർ സം ലോവർ സം കാണുന്നത് നോക്കാം. ആദ്യം ക്ലോസ് ഇൻ്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ ചൂസ് ചെയ്തു, പി ഈക്വൽ ടു x0 x1 എക്സെട്ര xn. പാർട്ടീഷൻ പറഞ്ഞ അർത്ഥം എന്ന് പറയുന്നത് x0 എന്ന് പറയുന്നത് എ തന്നെയായിരിക്കണം, xn എന്ന് പറയുന്നത് ലാസ്റ്റ് പോയിൻറ്റ് ബി ആയിരിക്കണം. മറ്റു പോയിൻറ്റുകളൊക്കെ അതിനകത്ത് സ്ട്രിക്ട്ലി ലെസ് ദാൻ കൺസെപ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു പാർട്ടീഷൻ്റെ ഉദ്ദേശം ആ ഇൻ്റർവെലിനെ സബ് ഇൻ്റർവലായിട്ട് നോൺ ഓവർലാപ്പിംഗ് ഇൻ്റർവൽസ് ആയിട്ട് കട്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് n ഇൻ്റർവൽസ് ആണ് കിട്ടുക. ആദ്യത്തെ ഇൻ്റർവൽ I1 എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇൻ്റർവൽ x0 x1, I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 x2 എക്സെട്ര In എന്ന് പറയുന്നത് xn-1 xn എന്നായിരിക്കും. ദാറ്റ് മീൻസ് ith ഇൻ്റർവലിനെ നമ്മൾ I എന്ന് പേര് കൊടുക്കും. I ഈക്വൽ ടു ക്ലോസ് ഇൻ്റർവൽ xi-1 xi എന്ന് പറയാം. ഓക്കെ, ഇനി ഫംഗ്ഷൻ ഓൾറെഡി ബൗണ്ടഡ് ആയതുകൊണ്ട് ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ അതിന് സുപ്രീമും ഇൻഫിമും ഉണ്ടായിരിക്കും. കാരണം ഏതൊരു ബൗണ്ടഡ് ഫംഗ്ഷനും സുപ്രീമും ഉണ്ടാവും, ഇൻഫിമും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ സുപ്രീമും ഇൻഫിമും ഉണ്ടെങ്കിൽ അതിൻ്റെ സബ് ഡൊമൈൻസിലുള്ള എല്ലായിടത്തും സുപ്രീമും ഇൻഫിമും ഉണ്ടാവും. അപ്പോൾ ith ഇൻ്റർവെല്ലിലുള്ള ഇൻഫിമത്തിനെ നമ്മൾ സ്മോൾ എം ഐ എന്നും സുപ്രീമത്തിനെ നമ്മൾ ക്യാപിറ്റൽ എം ഐ എന്നും കൊടുക്കും. ദാറ്റ് മീൻസ് സ്മോൾ എം ഐ ഈക്വൽ ടു infimum over all f of x such that x element of ith interval and capital M I is the corresponding supremum on ith interval. ഓക്കെ, ഇനി ഈ സുപ്രീമും ഇൻഫിമും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ എഫ് എന്ന ഫംഗ്ഷൻ്റെ പി വിത്ത് റെസ്പെക്ട് ടു ദ പാർട്ടീഷൻ പിയിലുള്ള ലോവർ സമം അപ്പർ സമം കാണുന്നത്. ലോവർ സം അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി ലോവർ ഡാർവക് സം എന്ന പേരും വിളിക്കാറുണ്ട്. ഡിഫൈൻഡ് ബൈ LFP എന്നാണ് ഡിനോട്ട് ചെയ്യുക. എഫ് എന്ന ഫംഗ്ഷൻ്റെ പി എന്ന പാർട്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള ലോവർ സമ്മിനെയാണ് നമ്മൾ LFP എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. വിച്ച് ക്യാൻ ബി റിട്ടേൺ ആസ് സിഗ്മ I വേരിയസ് ഫ്രം 1 to n mi ഇൻറ്റു xi മൈനസ് xi-1. mi എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, xi-1 xn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്താണ്. അപ്പോൾ m1 ഇൻറ്റു x1 മൈനസ് x0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. m2 ഇൻറ്റു x2 മൈനസ് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ x ആക്സിസിനും x ഈക്വൽ ടു എ x ഈക്വൽ ടു ബി എന്ന് പറയുന്ന രണ്ട് ലൈനിനും
അതുപോലെ ഗ്രാഫിനും ഇടയിൽ വരുന്ന ബൗണ്ടർ റീജിയൻ്റെ ഏരിയനെയാണ് നമ്മൾ ആ ബൗണ്ടഡ് റീജിയനെ റെക്റ്റാങ്കിൾസായി കട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഏരിയയാണ് നമ്മൾ LFP എന്ന് വിളിക്കുന്നത്. അതുപോലെ അപ്പർ സം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലോവർ സമ്മിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ ഇൻ്റർവെല്ലിലെയും ഇൻഫിമം ഹൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്മോൾ MIs. അപ്പർ സമ്മിലാവുമ്പോൾ സുപ്രീമോ ഹൈറ്റ് യൂസ് ചെയ്യുന്ന നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ലോവർ സം മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ സം ആയിരിക്കും. LFP മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു UFP ആയിരിക്കും, പ്രത്യേകം ഓർക്കുക. ഓക്കെ, രണ്ടും റെക്റ്റാങ്കിൾസിൻ്റെ സമ്മാണ്. ഇത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി സ്വാഭാവികമായിട്ട് ഈ ലോവർ സമ്മ് ബൗണ്ടഡ് എബോവ് ആയിരിക്കും. കാരണം ബൗണ്ടഡ് എബോവ് ബൈ ഒരു ക്യാപിറ്റൽ സ്മോൾ M എന്ന് പേര് വിളിക്കുക. ഓക്കെ, സ്മോൾ M അല്ല, ക്യാപിറ്റൽ M. ക്യാപിറ്റൽ M എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രം ക്ലോസ് ടു ലെബിൻ ടു R ആണെങ്കിൽ ആ ഫംഗ്ഷന് ബൗണ്ടഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് സുപ്രീമോ ഇൻഫിമോ ഉണ്ടാവും. ഓൺ ക്ലോസ് ടു ലെബി സുപ്രീമത്തിന് ക്യാപിറ്റൽ M എന്നും ഇൻഫിമത്തിന് സ്മോൾ M എന്നും പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ LFP കിട്ടുന്ന വാല്യൂ എല്ലായ്പ്പോഴും ക്യാപിറ്റൽ M ഇൻറ്റു B മൈനസ് എ. ക്യാപിറ്റൽ M ഇൻറ്റു B മൈനസ് പറഞ്ഞാൽ ടോപ്പ് ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്. അപ്പോൾ വലിയ റെക്റ്റാങ്കിൾ ഏരിയയേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ബൗണ്ടഡ് എബോവ് ആയിരിക്കും. ലോവർ സംസിൻ്റെ കളക്ഷൻ മസ്റ്റ് ബി ബൗണ്ടഡ് എബോവ് ആയിരിക്കും. അപ്പോൾ ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ സുപ്രീമോ ഉണ്ടാവുമെന്നാണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പറയുന്നത്, അല്ലെങ്കിൽ സുപ്രീമോ പ്രോപ്പർട്ടി പറയുന്നത്. ഇതുപോലെ അപ്പർ സംസ് എടുത്തു കഴിഞ്ഞാൽ അപ്പർ സമ്മിന് ഒരു ലോവർ ബൗണ്ട് ഉണ്ടാവും. അപ്പർ സംസിന് ലോവർ ബൗണ്ട് ഉണ്ടാവുന്നത് ആക്ച്വലി ഇപ്പോൾ ഗിവൺ ഫംഗ്ഷൻ ക്ലോസ് ടു ലേബിലുള്ള ഇൻഫിമം സ്മോൾ M ആണെങ്കിൽ അപ്പർ സമ്മുകൾ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ M ഇൻറ്റു B മൈനസ് ആയിരിക്കും. സ്മോൾ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ക്ലോസ് ടു ലേബിലുള്ള മിനിമം ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് B മൈനസ് എ. ആ റെക്റ്റാങ്കിൾ ഏരിയയേക്കാൾ എല്ലായ്പ്പോഴും അപ്പർ സം കൂടുതലായിരിക്കും. അപ്പോൾ അപ്പർ സം ബൗണ്ടഡ് ബിലോ ആയതുകൊണ്ട് അതിന് എന്ത് എക്സിസ്റ്റ് ചെയ്യും? ഇൻഫിമോ ഉണ്ടാവും. അപ്പോൾ ലോവർ സംസ് ബൗണ്ടഡ് എബോ ആയതുകൊണ്ട് സുപ്രീമോ ഉണ്ടാവും. അപ്പർ സംസ് ബൗണ്ടഡ് ബിലോ ആയതുകൊണ്ട് ഇൻഫിമോ ഉണ്ടാവും. അപ്പോൾ ലോവർ സംസിൻ്റെ സുപ്രീമത്തെയാണ് നമ്മൾ ലോവർ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന R എന്ന നൊട്ടേഷൻ കൊടുത്തതിന് ശേഷം ഇൻ്റഗ്രൽ A ടു Bയിൽ ലോവർ ഇൻ്റഗ്രൽ എന്നുള്ള നൊട്ടേഷനാണത്. താഴെ ഒരു ബാർ വരുന്നത്, അതുപോലെ മുകളിലാണ് ബാർ വരുന്നതെങ്കിൽ അപ്പർ ഇൻ്റഗ്രൽ എന്ന് വിളിക്കും. ഇപ്പോൾ ഈ R എന്ന നൊട്ടേഷൻ ഇത് റീമാൻ ഇൻ്റഗ്രലിൻ്റെ അപ്പർ ഇൻ്റഗ്രലും ലോവർ ഇൻ്റഗ്രലും അറിയാൻ വേണ്ടിയാണ്. കാരണം നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ലെബേക്ക് ഇൻ്റഗ്രലാണ്. അപ്പോൾ ലെബേക്ക് ഇൻ്റഗ്രലിൽ നമ്മൾ അപ്പർ ഇൻ്റഗ്രൽ ലോവർ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ ഈ നൊട്ടേഷൻസ് R യൂസ് ചെയ്യില്ല. ഉപയോഗിക്കുമ്പോൾ റീമാൻ ആണെന്ന സ്പെസിഫിക്കേഷന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇനി എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ഫംഗ്ഷനെ റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയുക? അതാണ് അടുത്ത നോട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലായ്പ്പോഴും അപ്പർ ഇൻ്റഗ്രലും ലോവർ ഇൻ്റഗ്രലും എക്സിസ്റ്റ് ചെയ്യും. കാരണം അപ്പർ സമ്മും ലോവർ സമ്മും എല്ലായ്പ്പോഴും ഉണ്ടാവും. അത് ഈ പറയുന്ന ബൗണ്ടഡ് എബോവും ബൗണ്ടഡ് ബിലോ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് സുപ്രീമോ ഇൻഫിമോ എക്സിസ്റ്റ് ചെയ്യും. അതായത് അപ്പർ ഇൻ്റഗ്രലും ലോവർ ഇൻ്റഗ്രലും എല്ലായ്പ്പോഴും എക്സിസ്റ്റ് ചെയ്യും. ഫൈനൈറ്റ് ലെങ്ത്തും ആയിരിക്കും. പക്ഷേ ഈക്വൽ ആവണം നിർബന്ധമില്ല. എപ്പോഴാണോ അപ്പർ ഇൻ്റഗ്രലും ലോവർ ഇൻ്റഗ്രലും കോയിൻസൈഡ് ചെയ്യുന്നത്, ആ കോയിൻസൈഡ് ചെയ്യുന്ന വാല്യൂവിനെ നമ്മൾ റീമാൻ ഇൻ്റഗ്രൽ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ എന്നും അതിന് ഇൻ്റഗ്രൽ A ടു B എഫ് ഡി എക്സ് എന്ന് നമ്മൾ വിളിക്കും. അല്ലെങ്കിൽ R ഓഫ് ഇൻ്റഗ്രൽ A ടു B എഫ് ഡി എക്സ് എന്ന് വിളിക്കും. ഇനി ആ വാല്യൂവിനെയാണ് റീമാൻ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റീമാൻ ഇൻ്റഗ്രൽ വേറെയാണ്, റീമാൻ ഇൻ്റഗ്രബിൾ വേറെയാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ അപ്പർ ഇൻ്റഗ്രൽ കോയിൻസൈഡ് വിത്ത് ലോവർ ഇൻ്റഗ്രൽ ആയിരിക്കും. ആ കിട്ടുന്ന വിലയെ നമ്മൾ റീമാൻ ഇൻ്റഗ്രൽ എന്നും വിളിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഫ്രം ക്ലോസ് ടു ബൗണ്ടഡ് ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആവുകയാണെങ്കിൽ അതിൻ്റെ നൊട്ടേഷനാണ് R ഓഫ് ഇൻ്റഗ്രൽ A ടു B എഫ് ഡി എക്സ്. അപ്പോൾ ഇവിടെ അപ്പർ ഇൻ്റഗ്രൽ ലോവർ ഇൻ്റഗ്രലും കോയിൻസൈഡ് ചെയ്യുന്നു ആലോചിക്കും. ഇപ്പോൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എൻ്റെ ലോവർ സംസ് എല്ലായ്പ്പോഴും K ഇൻറ്റു B മൈനസ് എ ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ K ആണെങ്കിൽ, ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ C ആണെങ്കിൽ C ഇൻറ്റു B മൈനസ് എ ആയിരിക്കും. അതുപോലെ അപ്പർ ഇൻ്റഗ്രൽ ഇത് തന്നെയായിരിക്കും. അപ്പോൾ അപ്പർ സമ്മും അപ്പോൾ അതിന് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഒക്കെ സെയിം തന്നെ ആവുന്നതുകൊണ്ട് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ റീമാൻ ഇൻ്റഗ്രേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും K എന്ന എക്സ് ആക്സിന് പാരലായിട്ടുള്ള ലൈനും എക്സ് ആക്സിസും എക്സ് ഈക്വൽ ടു എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന വൈ ആക്സിന് പാരലായിട്ടുള്ള ലൈൻസിനും ഇടയിൽ വരുന്ന റെക്റ്റാങ്കിളുടെ ഏരിയ ആയിരിക്കും. ഓക്കെ, ഇനി സ്റ്റെപ്പ് ഫംഗ്ഷൻസ് റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും. ഇപ്പോൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിലവിലുള്ള ഇൻ്റർവെല്ലിലെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻ്റർവെൽസായി കട്ട് ചെയ്തതിന് ശേഷം ഇമേജസ് കൊടുക്കുകയാണ്, ഡിസ്റ്റിങ് ഇമേജസ് കൊടുക്കുകയാണ്. അപ്പോൾ C1 C2 എക്സെട്ര Cn, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആവണം നിർബന്ധമൊന്നുമില്ല സ്റ്റെപ്പ് ഫംഗ്ഷനിൽ. എങ്കിൽ നമ്മൾ മാക്സിമം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള തന്നെയാണ് കൊടുക്കുക. C1 C2 etc. Cn are distinct image of the step function on these intervals. They may not be distinct. C1 C2 etc. Cn ഡിസ്റ്റിങ്ക്റ്റ് ആവണം നിർബന്ധമില്ല. അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇമേജസും ആ ഇമേജസ് വരുന്നത് സബ് ഇൻ്റർവെൽസിലും ആയിരിക്കുമെന്ന് മാത്രമേ സ്റ്റെപ്പ് ഫംഗ്ഷന് മീനിങ് ഉള്ളൂ.
അപ്പോൾ ഇതിൻ്റെ അപ്പർ സമ്മും ലോവർ സമ്മും കാണുന്ന രീതിയാണ് കൊടുത്തിരിക്കുന്നത്. ഫൈ എന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഫൈ എന്ന ഫംഗ്ഷനെ ഒരു കനോണിക്കൽ റെപ്രസെൻറ്റേഷൻ ഫോമിലേക്ക് മാറ്റുന്നു. പക്ഷേ ആ റെപ്രസെൻറ്റേഷനിൽ EI എന്ന് എഴുതിയെടുത്ത് II ആണ്, ഇൻ്റർവെൽ ആണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിൾ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞെടുത്ത് കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഫംഗ്ഷനുമുണ്ട്. പക്ഷേ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ റെപ്രസെൻറ്റേഷനിൽ സബ് ഇൻ്റർവെൽസ് ആയിരിക്കും EIക്ക് പകരം വരിക. ഓക്കെ, ഇനി ഇതിൻ്റെ ലോവർ സമ്മിന് എന്ത് വാല്യൂ കിട്ടുന്നു, അപ്പർ സമ്മിന് എന്ത് വാല്യൂ കിട്ടും നോക്കാം. L of psi of p ഈക്വൽ ടു പാർട്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് സമ്മേഷൻ i വേരിയസ് 1 to n mi into xi minus xi minus 1. പക്ഷേ ഇവിടെ ആ ഇൻ്റർവെല്ലിലെ മാക്സിമം മിനിമം എന്നൊക്കെ പറയുന്നത് CI തന്നെയാണ്. അപ്പോൾ CI into xi minus xi minus 1 കിട്ടും. അപ്പോൾ രണ്ട് കേസിലും ഇത് തന്നെ കിട്ടുന്നു. അപ്പോൾ ഇൻ ജനറലി അപ്പർ സം ലോവർ സമ്മും നമുക്ക് ഈക്വലാണ് കിട്ടുന്നു. ദാറ്റ് മീൻസ് അപ്പർ ഇൻ്റഗ്രലും ലോവർ ഇൻ്റഗ്രലും ഈക്വൽ ആയിരിക്കും. ദെർഫോർ ഇറ്റ് ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ റീമാൻ ഇൻ്റഗ്രൽ ഓഫ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഈസ് integral a to b psi dx is equal to sigma i varies from 1 to n ci x into xi minus xi minus 1. അപ്പോൾ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് psi ഈക്വൽ ടു സിഗ്മ ഈക്വൽ ടു 1 to n ci into chi i എന്ന ഫോമിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കാര്യമാണ് നമ്മളിവിടെ സംസാരിച്ചത്. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണ്, സ്റ്റെപ്പ് ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നു. അടുത്തത് റീഫോർമുലേഷൻ ഓഫ് ദി റീമാൻ ഇൻ്റഗ്രൽസ് ഓഫ് എ ബൗണ്ടഡ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് തൊട്ട് മുന്നേ റീമാൻ ഇൻ്റഗ്രേഷൻ നമ്മൾ കൊടുത്തിരുന്നത് അപ്പർ സം ലോവർ സം എന്ന രീതിയിലുള്ള ഡെഫിനിഷൻ വെച്ചുകൊണ്ടാണ്. ഇനി അതിനെ സ്റ്റെപ്പ് ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. എഫ് ഫ്രം ക്ലോസ് ടു ലിവ് ഇൻറ്റു എ ബൗണ്ടഡ് ഫംഗ്ഷൻ. ദെൻ ലോവർ ഇൻ്റഗ്രൽ ഈസ് ഡിഫൈൻഡ് ബൈ സുപ്രീമം ഓഫ് ലോവർ സംസ്. പക്ഷേ ലോവർ സം എന്ന് പറയുന്നതിനെ ഇങ്ങനെ എഴുതാം, സുപ്രീമം ഓവർ ഹമേഷ i വേരീസ് ഫ്രം 1 to n small mi into xi minus xi minus 1. അപ്പോൾ ആ രീതിയിൽ റെപ്രസെൻറ്റേഷൻ വരുന്ന psi ഈക്വൽ ടു സമേഷ i വേരീസ് ഫ്രം 1 to n mi into chi i എന്ന പേരിൽ കൊടുത്തിരുന്നെങ്കിൽ അത് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ റെപ്രസെൻറ്റേഷൻ i ഈസ് ആർ ദ ഇൻ്റർവൽ തൊട്ട് മുകളിൽ ഇതുപോലെ. അങ്ങനെയാണെങ്കിൽ അത് ലോവർ ഇൻ്റഗ്രൽ ആയിരിക്കും. അപ്പോൾ ലോവർ സംസ് ആണ് ആക്ച്വലി. അപ്പോൾ ലോവർ ഇൻ്റഗ്രൽ ഓഫ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിരിക്കും. ദാറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്. കാരണം മിനിമംസ് ആണ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇൻഫ്യൂമം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എന്ന് പേര് വിളിച്ചത്. ഓക്കെ, ഇതുപോലെ അപ്പർ സം ഡിഫൈൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ലോവർ സമ്മിനെ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സുപ്രീമം ഓവർ ഫൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് റീമാൻ ഇൻ്റഗ്രൽ ഓഫ് psi dx എന്ന് എഴുതാൻ പറ്റും. വേറെ psi എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓൺ ക്ലോസ് ടു db ആയിരിക്കും. അതുപോലെ അപ്പർ ഇൻ്റഗ്രലിനെ ഇൻഫ്യൂം ഓഫ് അപ്പർ സംസ് ആയിരിക്കും. അപ്പർ സമ്മിനെ നമുക്ക് സമേഷൻ i വേരീസ് ഫ്രം 1 to n ക്യാപിറ്റൽ MA into xi minus 1 എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷേ അത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ ഫൈ ഉപയോഗിക്കുക. ഫൈ ഈക്വൽ ടു സമേഷൻ i വേരീസ് ഫ്രം 1 to n ക്യാപിറ്റൽ MA into chi i എന്ന് കൊടുത്തിരുന്നെങ്കിൽ അതൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിരിക്കും. പക്ഷേ ആ സ്റ്റെപ്പ് ഫംഗ്ഷൻ എല്ലായ്പ്പോഴും എഫിനേക്കാൾ വലുതായിരിക്കും. കാരണം സുപ്രീമംസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. MI ക്യാപിറ്റൽ MI എന്ന് പറഞ്ഞാൽ സുപ്രീമം ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇൻഫ്യൂമം ഓവർ എഫ് ലെസ് ആർ ഈക്വൽ ടു ഫൈ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഫൈ ഗ്രേറ്റർ ആർ ഈക്വൽ ടു എഫ് റീമാൻ ഇൻ്റഗ്രൽ ഓഫ് അപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫൈ dx എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് റീമാൻ ഇൻ്റഗ്രേഷൻ്റെ ലോവർ ഇൻ്റഗ്രലിനെയും അപ്പർ ഇൻ്റഗ്രലിനെയും ഇൻ ടേംസ് ഓഫ് സ്റ്റെപ്പ് ഫംഗ്ഷനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ റീമാൻ ഇൻ്റഗ്രേഷനിലെ ഈ സ്റ്റെപ്പ് ഫംഗ്ഷനിലേക്ക് മാറ്റിയ ഈ കൺസെപ്റ്റിനെ സിമ്പിൾ ഫംഗ്ഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ റീമാൻ ഇൻ്റഗ്രേഷൻ എന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലബേക്ക് ഇൻ്റഗ്രേഷനിലേക്ക് കൊണ്ടുവരിക. സിമ്പിൾ ഫംഗ്ഷനും സ്റ്റെപ്പ് ഫംഗ്ഷനും നമ്മളൊരു വ്യത്യാസത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എവരി റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ ഈസ് ബൗണ്ടഡ് ബട്ട് ദ കോൺവേഴ്സ് നോട്ട് ട്രൂ എന്നാണ്. ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആകുമ്പോൾ ബൗണ്ടഡ് ആവണം, അത് നെസസറി കണ്ടീഷനാണ്. തിരിച്ചുള്ളത് ബൗണ്ടഡ് ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആവണമെന്നില്ല. ഡെറിഷൽ ഫംഗ്ഷൻ നോക്കാം, അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും റാഷണൽ നമ്പേഴ്സിൽ, ഇറാഷണൽ നമ്പേഴ്സിൽ 0 ആയിരിക്കും ക്ലോസ് ഡോൾ 0 ഓക്കെ, അപ്പോൾ ക്ലോസ് ഡോൾ 0 ഒരു പാർട്ടീഷൻ കൺസിഡർ ചെയ്തു. ആ പാർട്ടീഷനകത്ത് ഇൻ്റർവെൽസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ith ഇൻ്റർവെലുകൾ. അതിലുള്ള സ്മോൾ MIയും ക്യാപിറ്റൽ MIയുടെയും വാല്യൂ മിനിമം വാല്യൂ ഇൻഫിമം വാല്യൂ ആൾവേസ് 0 ആയിരിക്കും, സുപ്രീമം വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ ലോവർ ഇൻ്റഗ്രൽ ആൾവേസ് 0 ആയിരിക്കും, ലോവർ സം 0 ആയിരിക്കും, അപ്പർ സം 1 ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ലോവർ ഇൻ്റഗ്രൽ 0, അപ്പർ ഇൻ്റഗ്രൽ 1 എന്ന് കിട്ടുന്നു. അതിനർത്ഥം ഡെറിഷൽ ഫംഗ്ഷൻ്റെ അപ്പർ ഇൻ്റഗ്രൽ 1ഉം ലോവർ ഇൻ്റഗ്രൽ 0 ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഡസ് നോട്ട് കോയിൻസൈഡ്. ദെൻ ബൈ ദ ഡെഫിനേഷൻ ഓഫ് റീമാൻ ഇൻ്റഗ്രേഷൻ അവർ ഡെറിഷൽ ഫംഗ്ഷൻ ഈസ് നോട്ട് റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ് ഇൻ്റർവൽ 0 എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ പോയിൻറ്റ് വൈസ് ലിമിറ്റ് ഓഫ് എ സീക്വൻസ് ഓഫ് റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ നീഡ് നോട്ട് ബി റീമാൻ ഇൻ്റഗ്രബിൾ എന്ന് പറയാം. അതായത് സാധാരണ
ഇപ്പോൾ യൂണിഫോം ലിമിറ്റ് ആണെങ്കിൽ നമുക്കത് റീമാൻ ഇൻറ്റഗ്രബിലിറ്റി കിട്ടും. അതായത് എഫ് എൻസ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. എഫ് എൻ ടെൻസ് ടു എഫ് യൂണിഫോംലി ആണെങ്കിൽ എഫ് ഈസ് ആൾസോ റീമാൻ ഇൻറ്റഗ്രബിൾ ആയിരിക്കും. പക്ഷേ കൺവേർജൻസ് പോയിൻറ്റ് വൈസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് കിട്ടണമെന്നില്ല. അതിനുള്ള എക്സാമ്പിൾ നോക്കാം. എഫ് എൻ ഈസ് എ സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ക്ലോസ് ഇൻറ്റർവൽ 0, 1 ബൈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ക്യു കെ എന്ന് പറയുന്നത് എന്യൂമറേഷൻ ഓഫ് റാഷണൽസ് ഇൻ ക്ലോസ് ഇൻറ്റർവൽ 0, 1. കാരണം റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണ്. അപ്പോൾ ക്ലോസ് ഇൻറ്റർവൽ 0, 1 റാഷണൽ നമ്പേഴ്സും കൗണ്ടബിൾ ആയിരിക്കും. ആ കൗണ്ടബിൾ സെറ്റ് ഇപ്പോൾ റാഷണൽ നമ്പേഴ്സ് ഇൻ ക്ലോസ് ഇൻറ്റർവൽ 0, 1 ഈസ് ഡിനോട്ടഡ് ബൈ സം എ എന്ന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ എ ക്യാൻ ബി റിട്ടൺ ആസ് Q1, Q2 എക്സെട്ര ബിക്കോസ് ഇറ്റ് ഈസ് കൗണ്ടബിൾ. അപ്പോൾ ആദ്യത്തെ റാഷണലാണ് Q1 എങ്കിൽ എക്സ് ഈക്വൽ ടു Q1 ബേസ് ചെയ്തിട്ട് Q2 ബേസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് എഫ് എൻ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എഫ് എൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ഫോർ എക്സ് ഇസ് ഈക്വൽ ടു Q1 ഈക്വൽ ടു 0 ഫോർ അതർവൈസ് ആയിരിക്കും. അടുത്തത് F2 ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ബൈ നമുക്ക് കിട്ടുക F2 ഓഫ് എക്സിൽ Q1 Q2 നമ്മൾ വാല്യൂ 1 എന്ന് കൊടുക്കും. Q1 Q2 നമ്മൾ വാല്യൂ 1 എന്ന് കൊടുക്കും. അത് 1 മുതൽ n വരെ ഉള്ള കെകൾക്കാണ് നമ്മൾ 1 കൊടുക്കുന്നത്. അതായത് F2 ഓഫ് എക്സിൻ്റെ പ്രത്യേകത Q1 Q2 1 ആൾ അതർ പോയിൻറ്റ്സിൽ 0 ആയിരിക്കും. F3 ഓഫ് എക്സ് ആണെങ്കിൽ Q1 Q2 Q3 3 പോയിൻറ്റുകളിൽ 1 ആൾ അതർ പോയിൻറ്റ്സിൽ 0 ആയിരിക്കും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ റാഷണൽ നമ്പേഴ്സിൽ എല്ലാം എവിടേക്ക് മാപ്പ് ചെയ്യും? സ്വാഭാവികമായിട്ട് 1ലേക്കും അല്ലാത്തവർ 0ലേക്കും മാപ്പ് ചെയ്യും. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ റാഷണൽസിൽ 1 ഇറാഷണൽസിൽ 0 എന്ന രൂപത്തിൽ കിട്ടും. സോ ഇറ്റ്സ് ലിമിറ്റ് മസ്റ്റ് ബി അവർ ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ. നോക്കൂ, F1 എന്ന് പറയുന്ന ഫംഗ്ഷൻ റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. കാരണം അത് ഒരു പോയിൻറ്റിൽ മാത്രം 1 ആൾ അതർ പോയിൻറ്റ് 0 ആകുമ്പോൾ ഇൻറ്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. F2 എന്ന ഫംഗ്ഷൻ 2 പോയിൻറ്റ് മാത്രമേ 1 കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ പോയിൻറ്റിൽ വെച്ച് നമ്മൾ ഇൻ്റർവൽ ക്ലോസ് ഇൻറ്റർവൽ 0, 1 നമുക്ക് 3ആയി കട്ട് ചെയ്യാം. 0 മുതൽ Q1 വരെ ഒരു സെക്ഷൻ, Q1 മുതൽ Q2 വരെ ഒരു സെക്ഷൻ, Q2 മുതൽ 1 വരെ ഒരു സെക്ഷൻ. അതിൽ 0 മുതൽ Q1 വരെ വാല്യൂ 0 ആണ്, Q1 മുതൽ Q2 വരെ വാല്യൂ 0 ആണ്, Q2 മുതൽ 1 വരെയും ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ആ 3 കേസിലും ഇൻറ്റഗ്രൽ വാല്യൂ 0 ആവും. അതായത് എൻ പോയിൻറ്റ്സിലെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഇൻറ്റഗ്രേഷൻ ചേഞ്ച് ആവില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ F2ൻ്റെ ഇൻറ്റഗ്രൽ 0 ആയിരിക്കും. സിമിലർലി F3യുടെ ഇൻറ്റഗ്രൽ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് all functions fn's are integrable and fn tends to our Dirichlet function point wise convergence ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ എന്തല്ല? റീമാൻ ഇൻറ്റഗ്രബിൾ അല്ല. അപ്പോൾ കൺവേർജൻസ് പോയിൻറ്റ് വൈസ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ലിമിറ്റ് ഇൻറ്റഗ്രബിൾ ആവണം നിർബന്ധമില്ല, റീമാൻ ഇൻറ്റഗ്രബിൾ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, താങ്ക് യു.